ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ശക്തികൾ, അതായത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് എത്ര തകർക്കാൻ നോക്കിയിട്ടും ഇറാനെ അനക്കാൻ പറ്റുന്നില്ല. ഇറാൻ അതിശക്തമായി തിരിച്ചടിക്കുകയാണ്. ഇറാനെ പോലെയല്ല അമേരിക്ക. ഈ ലോകം മുഴുവനുള്ള രാജ്യങ്ങളിലും തങ്ങളുടെ സൈനിക താവളങ്ങൾ അവർ ഉണ്ടാക്കിയിരിക്കുകയാണ്. എവിടെ നിന്ന് വേണമെങ്കിലും അവർക്ക് ഇറാനെ ആക്രമിക്കാനുള്ള സന്നാഹമുണ്ട്. അറബ് രാഷ്ട്രങ്ങളെ മുഴുവൻ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ് അമേരിക്ക. അതിനെയെല്ലാം ഭേദിച്ചുകൊണ്ട് ജോർദാനിലെ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 2 US സൈനികരാണ് കൊല്ലപ്പെട്ടത്. ആക്രമണം സഹിക്കാനാവാതെ സൈനികർ കഷ്ടത്തിലായി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആ ആക്രമണത്തിന് പിന്നാലെ ഒരു സൈനികനെ കാണാതായിട്ടുണ്ടെന്നും US സെൻട്രൽ കമാൻഡ് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് മിസൈലുകൾ പ്രതിരോധിക്കാൻ കഴിയാതെ അടിതെറ്റി വീഴുകയായിരുന്നു. മേഖലയിൽ US-ഉം സഖ്യകക്ഷികളും എല്ലാവരും ചേർന്ന് ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിനിടയിലാണ് സൈനികർക്ക് ജീവൻ നഷ്ടമായത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആക്രമണത്തിൽ പരിക്കേറ്റ 4 US സൈനികരെ ജോർദാനിലെ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുന്നു. നിസാര പരിക്കേറ്റ മറ്റു ചില സൈനികർക്ക് സൈനിക താവളത്തിൽ വെച്ച് തന്നെ ചികിത്സയും നൽകി. കൊല്ലപ്പെട്ട സൈനികരുടെ വിവരങ്ങൾ ഔദ്യോഗികമായി ബന്ധുക്കളെ അറിയിച്ചതിന് ശേഷമേ അത് ലോകത്ത് പുറത്തുവിടുകയുള്ളൂ എന്നാണ് US സൈന്യം വ്യക്തമാക്കിയത്. നമ്മൾ എല്ലാ വാർത്തകളിലും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമേ അല്ല, അത് സർവനാശമാണ് വരുത്തിവെക്കാൻ പോകുന്നത്. പക്ഷേ അമേരിക്കയുടെയും ട്രംപിൻ്റെയും അഹങ്കാരമാണ് ഇവിടെ തകർന്നു വീഴുന്നത് എന്നോർക്കണം. തികച്ചും തങ്ങളുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി ലോകത്തിലെ വലിയ സൈനിക ശക്തിയായ ഇസ്രായേലിനൊപ്പം ചേർന്ന് ഡൊണാൾഡ് ട്രംപ് ഇറാനെ തീർക്കാൻ നോക്കിയതാണ്. അത് അവരുടെ മാത്രം ആവശ്യമായിരുന്നു. ഇപ്പോൾ ലോകം മുഴുവൻ അതിൻ്റെ ദുരന്തഫലം അനുഭവിക്കുകയാണ്. അതായത് ഇസ്രായേലും തങ്ങളും ചേർന്നാൽ ദിവസങ്ങൾക്കകം ഇറാനെയും ഇല്ലാതാക്കി ലോകമങ്ങ് കീഴടക്കി കളയാമെന്ന് കരുതി തുടങ്ങിയ യുദ്ധം മാസം 5 ഇറാനെ ഒരു ചുക്കും ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയുടെ വലിയൊരു ആയുധപ്പുര തന്നെ തീർന്നുപോയിരിക്കുന്നു. അമേരിക്കയിൽ നിന്നും ശക്തമായ ട്രംപ് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു. വരാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ ജനങ്ങൾ അടുപ്പിക്കില്ല എന്നുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. ഫെബ്രുവരിയിൽ തുടങ്ങിയ യുദ്ധത്തിൽ ഇതുവരെ 16 US സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഏറ്റവും അവസാനം ഞങ്ങൾ തുടങ്ങി ഇറാനെ തീർക്കുമെന്ന് പറഞ്ഞ് ദിവസങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ആ യുദ്ധത്തിലും അമേരിക്ക അടിപതറുകയാണ്. ജോർദാനിലെ താവളത്തിന് നേരെ നടത്തിയ ആക്രമണത്തിലൂടെ US യുദ്ധവിമാനങ്ങളും ഇന്ധനം നിറക്കുന്ന ടാങ്കറുകളും ഇറാൻ തകർത്തിരിക്കുകയാണ്. ഇത് അമേരിക്കയുടെ, ട്രംപിൻ്റെ അഹങ്കാരത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്.